Assalamualaikum. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് നാളായി പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഞാൻ ഒട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ റിവ്യൂവും എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഇടുന്നത്. എനിക്കറിയാം നമ്മൾ DIYs ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ എന്തായാലും DIYs ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെ നീം ആൻഡ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു ബ്രാൻഡാണ് കേട്ടോ ഡോക്ടർ ഷെത്തിൻ്റെത്. കുറേ നാളായി എനിക്ക് വാങ്ങിക്കണം ഇങ്ങനെ വിചാരിക്കാനല്ലാതെ വാങ്ങിക്കാറില്ല അതുവരെ കാര്യം. കാരണം വേറൊന്നുമല്ല, നല്ല പൈസ ഉണ്ട്. ഡോക്ടർ ഷെത്തിൻ്റെ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ കുറച്ച് അധികം പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാങ്ങിക്കാനൊരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ബൈ 1 get 1 ഓഫർ കണ്ടത് ഡോക്ടർ ഷെത്തിൽ. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഡോക്ടർ ഷെത്തിൻ്റെ സൈറ്റിൽ പോയിട്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ ഞാനൊരു പ്രോഡക്റ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ലോഷനാണ് കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെ തന്നെ കൊക്കോ ബട്ടറിൻ്റെ ലോഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഫേസ് വാഷാണ് ഇത്. കാരണം വെച്ചാൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് എടുക്കേണ്ടതുള്ളൂ. അപ്പം വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം മതി, പക്ഷെ നന്നായിട്ട് പതയിട്ടാം. നമുക്ക് എന്താ പറയുക, നമ്മൾ സാധാ എടുക്കുന്ന ഒരു ഫേസ് വാഷ് എനിക്ക് തോന്നുന്നു കുറേ നാൾ നിൽക്കുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം ചെറിയ ട്യൂബിലൊന്നുമല്ല കേട്ടോ വരുന്നത്, അത്യാവശ്യം വലുപ്പമുള്ള ട്യൂബ് തന്നെയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ സാധാ ഒരു ഫേസ് വാഷിനേക്കാൾ കുറച്ചുകൂടി ഇതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചുകൂടി എമൗണ്ട് ഇതിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മളിങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്ക് തീരും ഇതിനുള്ള അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കാരണം ഒരു വാട്ടറി കൺസിസ്റ്റൻസ് ആണ് ഇതിന്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് തീരും. അപ്പോൾ പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ നന്നായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ ഫേസ് വാഷ് വെച്ച് നമ്മളിപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്തായാലും അതൊന്ന് മേക്കപ്പ് റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ ഫേസ് വാഷ് വെച്ച് കഴുകുക. അപ്പോൾ ശരിക്കും ഇതെന്ന് പറയുന്നത് വേറെ ഏത് ഫേസ് വാഷ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാക്കി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് എനിക്കത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ഇതിൻ്റെ പറയാമെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള സമയത്ത് ഈ ഒരു ഫേസ് വാഷ് വെച്ച് കഴുകുമ്പോൾ എനിക്ക് നന്നായിട്ട് എല്ലാം റിമൂവ് ആയി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല, നിങ്ങൾക്ക് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ് ഇത്. ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണിത്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ മമാരത്തിൻ്റെ വിറ്റമിൻ C ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 ഇതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പെട്ടെന്ന് ഇതിലേക്ക് മാറിയ സമയത്ത് എന്താ പറയുക, എനിക്ക് എന്തോ അതിനേക്കാളും കുറച്ചുകൂടി എന്തൊക്കെയോ ഇതിനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ യൂസ് ചെയ്ത എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 299 രൂപയാണ്. അപ്പം ഞാൻ ബൈ 1 get 1 വാങ്ങിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കൊക്കോ ബട്ടറിൻ്റെ അതിന് വന്നിട്ടുള്ളത് എത്ര പൈസ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ അതിൻ്റെ ഒക്കെ എനിക്ക് കിട്ടിയത് ഇതാണ്. ഞാനിത് നോക്കി വാങ്ങിച്ചതാണ്. നമുക്ക് 2 പ്രോഡക്റ്റ് നമ്മൾ കാർഡിലിട്ടിട്ട് അതിലൊന്നിന് ഏതിനാണോ വില കുറവുള്ളത് അത് നമുക്ക് ഫ്രീ get 1 ഫ്രീ എന്ന് പറയുമല്ലോ. അപ്പോൾ അതങ്ങനെ കിട്ടുന്നതാണ്. മറ്റേത് പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പം ഞാൻ അതിന് പൈസയാണ് കൊടുത്തത്. ഞാനതിൽ ഏതെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഫ്രീ അല്ല, അതങ്ങനെ തന്നെ ബൈ 1 get 1 ഫ്രീ അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റാണിത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, പ്രിവെൻറ്റ് ആക്നി എന്ന് കാണാൻ പറ്റും. അതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഫേസ് വാഷ്. കാരണം ഇതിൻ്റെ തന്നെ നമുക്ക് വിറ്റമിൻ C ഉണ്ട്, അതേപോലെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഫേസ് വാഷ്. അപ്പം ഞാൻ ഈ ഒരു സാലിസിലിക് ആസിഡ് തന്നെ വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൽ ആക്നി പ്രിവെൻറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആക്നി പ്രിവെൻറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ചെറുതായിട്ട്. കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുരുക്കൾ വരും പോകും. ഈ ഒരു അവസ്ഥയാണ് എൻ്റെ സ്കിന്നിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്നാലും എനിക്കിപ്പോൾ കുരുക്കളൊക്കെ ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. നമ്മൾ കുറച്ച് എമൗണ്ട് എടുക്കേണ്ടുള്ളൂ, എനിക്ക് നന്നായിട്ട് പറയും. ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. എന്തായാലും കഴുകി കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ റൂമിലാണുള്ളത്. അപ്പോൾ എനിക്ക് അപ്പുറം പോയി കഴുകുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു റൂമിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഇടാറില്ല കേട്ടോ. ഫാൻ ഇടാതെയാണ് ഞാൻ എടുക്കാറുള്ളത്, കാരണം നിങ്ങൾക്ക് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഈ ഫാൻ ഇട്ടിട്ടാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്പറൊന്നല്ല ഗൈസ്. ഞാൻ ഇവിടുന്ന് ഫാൻ ഇടാതെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വേർത്തൊലിക്കണ പോലെ ഫീൽ ചെയ്യുന്നേക്കാം. മുകളിൽ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പം ഞാൻ വേർത്തൊലിക്കുകയാണ് ഞാൻ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്, കാരണം എനിക്ക് ചൂട് താങ്ങാനാവുന്നില്ല. അപ്പം എന്തായാലും ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പാണ്. ഇത് എൻ്റെ കയ്യിൽ ഉപയോഗിച്ചതാ. ഇവിടെ മൂടൊക്കെ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഒന്ന് ചെറുതായിട്ട് വെടിക്കുള്ളൂ, പക്ഷെ മൂട് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചറിയാം. എന്തായാലും ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നില്ല, എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മളൊന്ന് ഇതാക്കേണ്ട ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒഴിച്ച് പോകുന്ന ആ ഒരു രീതിക്കുള്ളതാണ്. ഞാൻ എന്തായാലും ഇത് തന്നെ ആക്കും. അപ്പം പക്ഷെ കുറച്ച് എമൗണ്ടേ ആവശ്യം വരുള്ളൂ. നന്നായിട്ട് പതയുകയും ചെയ്യും. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ഫേസ് വാഷ് നോക്കി നടക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ് ഈ ഒരു നീമോ സാലിസിലിക് ആസിഡ് ഫേസ്. ഞാൻ കുറേ ആയി ഡോക്ടർ ഷെറ്റിൻ്റെ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനൊന്നും അത് കളഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്തും എനിക്കിങ്ങനെ വാങ്ങിക്കണം എനിക്ക് കുറേ തോന്നിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ എന്നാലും ഈ ഒരു ഡോക്ടർ ഷെറ്റിൻ്റെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ലോഷൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. അതെന്തായാലും എനിക്ക് യൂസ് ചെയ്ത് തുടങ്ങണം, ബിക്കോസ് ഞാൻ യൂസ് ചെയ്തിട്ട് ലോഷൻ ഉണ്ട്. അത് ഏകദേശം തീരാനാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് തീർന്നതിന് ശേഷം ഞാനത് യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് അതിൻ്റെ റിവ്യൂസായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 299 രൂപയാണ്. പിന്നെ വേറെ ഫേസ് വാഷ് വില കൂടുതലുള്ള ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലോഷനായിട്ട് സൺസ്ക്രീൻ ആയിക്കോട്ടെ എല്ലാത്തിനും 500 സംതിങ് അങ്ങനെയുള്ള റേറ്റാണ് കേട്ടോ. ഇതൊരു റേറ്റ് ഓപ്ഷനിൽ സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.